എന്നതു കേട്ടൊരു നിർമ്മലൻ ചിത്രകൂ റോഡിൽ വെള്ളം കയറിയിരിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നാട്ടിൽ മഴയും കുറേ സ്ഥലത്തൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എത്രയും വേഗം അതൊക്കെ അതിജീവിച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ. ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. ന്യൂസിലൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. വീട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈശ്വരനെ എല്ലാവർക്കും അതൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള മനക്കരുത്തും ഇതെല്ലാം കടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് വരാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ രാമായണം കുറച്ച് നേരം ഇങ്ങനെ ടി വിയിൽ വെച്ച് കേൾക്കും കേട്ടോ. ഇങ്ങുൾക്കമലത്തിലറിയപ്പോകാൻ ദയാനിധി രാഘവനതു കേട്ടു ശബരിയോടു ചൊന്ന. ഈ കർക്കിടക മാസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ രാമായണം വെച്ച് കേൾക്കുക എന്നുള്ളത്. വായിക്കാനായിട്ട് എനിക്കറിയില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ വെച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയും വൈകുന്നേരവും ഇതുപോലെ രാമായണം വയ്ക്കും. എപ്പോഴും പണ്ട് മുതലേ റേഡിയോയിൽ കാവാലം ശ്രീകുമാർ സാറിൻ്റെ ഈ രാമായണം എൻ്റെ അച്ഛൻ വയ്ക്കുമായിരുന്നു. ദിവസവും വയ്ക്കുമായിരുന്നു രാമായണം മാസം. അപ്പോൾ അത് കേട്ട് അങ്ങനെ വളർന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇതിനോട് ഭയങ്കര അദ്ദേഹം വായിക്കണ അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇപ്പോഴും ടി വിയിൽ അത് വയ്ക്കും കേട്ടോ. എല്ലാ വർഷവും സാർ അങ്ങനെ ഇടാറുമുണ്ട്. അപ്പം അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. വെളുപ്പിന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ വയ്ക്കും. അപ്പോൾ ലൈവായിട്ടുണ്ടാവും. പിന്നെ അത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഷൈച്ചേട്ടനൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ മിക്കവാറും ചാനൽ മാറ്റും. അപ്പോൾ ബാക്കി ഞാൻ ഈവനിങ്ങിനും കൂടെ ആയിട്ട് അത് ഫുൾ കേൾക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ അറിയാതെ അത് ചെയ്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് വലിയൊരു തെളിച്ചമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെന്നൈയിൽ ഈവനിങ്ങിൽ മഴ കിട്ടുന്നുണ്ട്. ഒരു വൈകുന്നേരം കഴിയുമ്പോൾ തൊട്ട് മഴക്കോളൊക്കെ പയ്യെ വന്ന് ചില ദിവസങ്ങളിൽ അങ്ങ് പെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. കിച്ചണൊക്കെ അത്യാവശ്യം ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് എന്നും കിടക്കാറ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വരുമ്പോൾ അങ്ങനെ വലിയ ഒരു പണികളൊന്നും ഉണ്ടാവില്ല. ഒരു സമാധാനത്തോടെ നമുക്ക് രാവിലെകൾ ആരംഭിക്കാം. അപ്പോൾ ആ ദിവസവും ആ ഒരു സമാധാനം നമുക്ക് നിലനിർത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ ഈ അപ്പം എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. തേങ്ങ ഇല്ലാണ്ട് ഒന്ന് അപ്പം അരച്ച് വെച്ചതാണ്. നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ രുചി എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാണാനൊക്കെ നല്ല രസമായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ കാണിച്ചത്. അങ്ങനെ കുറച്ച് തുണിയൊക്കെ ഞാൻ ഇന്നലെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബാൽക്കണിയിൽ കിടപ്പുണ്ട്. മഴ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാനങ്ങനെ തുണി ഇട്ടിട്ട് കിടന്നത് കേട്ടോ. അപ്പോൾ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ കൈകൊണ്ട് കഴുകിയിടും. പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലെ ഉടുപ്പ്, ഡാർക്ക് ഷെയ്ഡിലൊക്കെ. അപ്പോൾ ബ്ലാക്ക് കളറിൽ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ 3-4 എല്ലാം അടുപ്പിച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എല്ലാം കൂടെ അങ്ങ് കൈകൊണ്ട് കഴുകി വിരിച്ചതാണ് ഇന്നലെ. അപ്പോൾ ഒരു വെയിലാവുമ്പോഴേക്കും നമ്മുടെ വേഗം ഉണങ്ങിയിട്ടുണ്ടാവും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് ഉള്ള പരിപാടികളാണ്. പക്ഷേ ഒരു ഫ്ലോപ്പ് ഗ്രീൻ പീസ് കറി ആയിപ്പോയി ഇന്നത്തത്. അതിൻ്റെ കഥ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും പടപടാന്ന് നമുക്ക് പണികൾ തീർക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ രാവിലെ ഇപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യണത് ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കുക എന്നുള്ളതാണ്. ഗ്രീൻ പീസിന് നല്ല വേവുണ്ട്. ചില സമയം ഗ്രീൻ പീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഒന്നും പോരായിരിക്കും വിസിൽ. വീണ്ടും വീണ്ടും വിസിലടുപ്പിക്കേണ്ടി വരും. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ നമ്മൾ ഗ്രീൻ പീസ്, കടല, പയർ ഒക്കെ ഇതുപോലെ കുക്കറിൽ വിസിലടുപ്പിക്കുമ്പോൾ ഏറ്റവും സിമ്മിലിട്ടിട്ടാണ് ഒന്ന് അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വന്ന് ഫസ്റ്റ് വിസിൽ വരാറാകുമ്പോഴേക്കും ഞാൻ ഒന്ന് തീ അങ്ങ് കുറച്ചിടും. എന്നിട്ട് ആ ഒരു ചെറിയ തീയിലിരുന്നിട്ട് അത് വിസിൽ വരുമ്പോൾ ഒരു 10 വിസിൽ വേണ്ട ഒരു സ്ഥാനത്ത് നമുക്ക് 5 വിസിൽ മതിയാവും. അത് വളരെ സ്ലോ കുക്കിംഗ് ആയിട്ടുള്ള ഇതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 3 വിസിൽ വേണ്ട ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 വിസിൽ കഴിഞ്ഞിട്ട് 3ാമത്തെ വിസിൽ വരണതിന് തൊട്ട് മുന്നേ തന്നെ അങ്ങ് ഓഫ് ചെയ്തിടും. അപ്പോൾ ആ സ്റ്റീമിലിരുന്നത് കുക്കാവുമ്പോഴാണ് അത് എഫക്റ്റീവായിട്ട് കുക്കാവുക. അതാണ് ശരിക്കും കുക്കർ എന്നുള്ള ഒരു സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ അത് കണ്ട് ശീലിച്ചേക്കുന്നതുകൊണ്ട് ഞാനും അത് എപ്പോഴും ഫോളോ ചെയ്യും കേട്ടോ. അങ്ങനെ സവോളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക്, ആവശ്യത്തിന് എരിവിന് പച്ചമുളകും, കറിവേപ്പില, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ഞാൻ ഗ്രീൻ പീസ് വെച്ചു. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് വെള്ളം വറ്റിപ്പോയി. വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതങ്ങനെ ഇരുന്നിരുന്ന് വേവ് ഏകദേശം ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സംഭവം വെള്ളം വറ്റിപ്പോയി. ചെറിയൊരു സ്മെല്ല് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം തന്നെ ഓഫാക്കി. കാരണം അടിയിലുള്ള ഭാഗങ്ങളൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ച പോലെയായി. അതുകൊണ്ട് തന്നെ ആ കറിയുടെ ഫുൾ ടേസ്റ്റും പോയി. അപ്പം അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ എനിക്ക് ഗ്രീൻ പീസ് വേവിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചത് ഇത്തിരി കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് അന്നേരം ചെറുതായിട്ട് എൻ്റെ ശ്രദ്ധ പോയിട്ടുണ്ടാവണം. അപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ടില്ല. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചൂടോടുകൂടെ അപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവമാണ്, ഇപ്പോൾ കിച്ചണിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില ഭാഗങ്ങൾ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. എനിക്കൊരു തോന്നൽ വരും, അപ്പം ഞാൻ അവിടെ അങ്ങോട്ട് വേഗം ക്ലീനാക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എയർ ഫ്രയർ ഒരു മൂലയ്ക്കാണ് അങ്ങനെ വെച്ചിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് നമുക്കങ്ങനെ അധികം പെരുമാറ്റമില്ല. കാരണം അതിങ്ങനെ മൂലയ്ക്ക് ചേർത്ത് ഒതുക്കി വെച്ചിട്ടില്ല. ആ മൂലയുടെ ഭാഗം ഒഴിച്ചിട്ടിട്ട് അങ്ങനെയാണ് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് തുറക്കാനും എടുക്കാനും ഒക്കെ സൗകര്യത്തിന്. അപ്പോൾ ആ ഭാഗം എപ്പോഴും പൊടി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും. നമ്മളെപ്പോഴും കിച്ചണിൽ പെരുമാറുന്നതല്ലേ, അപ്പോൾ പൊടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും. അപ്പോൾ ഇന്നത്തെ ആ ഒരു തുടയ്ക്കലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം മഖാന പാറുവിന് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു കാര്യം ഓർത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് തുടച്ചു കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളുടെ ഒരുപാട് പൊടിയാവാനായിട്ടൊന്നും ഞാൻ വെക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം വൃത്തികേട് ആവാതെ ഞാൻ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. എപ്പോഴും എനിക്ക് ക്ലീനിങ് ചെയ്യാതെ നമുക്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരുപാട് വൃത്തികേടാവാതെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് അതായത് നമ്മളിപ്പം ഇപ്പോൾ അത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഉള്ളി ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒരു മുറത്തിലെടുത്തിട്ട് അടുക്കളയിൽ നിന്ന് തന്നെ ഇങ്ങനെ പേറ്റും. അപ്പം ആ ഉള്ളിയുടെ തൊണ്ട് മാറ്റും. പക്ഷേ ആ ഉള്ളിയിൽ നിന്നുള്ള പൊടി മുഴുവനും എല്ലായിടത്തും പോയി പിടിച്ചിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ മാത്രമല്ല എവിടെയാണെങ്കിലും ഒരുപാട് വൃത്തികേടാവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. താഴത്തേക്ക് തന്നെ പേറ്റിയിട്ടിട്ട് പിന്നെ അടിച്ച് കളയുന്ന കൂട്ടത്തിൽ കളയാലും ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ പറന്ന് നമ്മുടെ അവിടെ ഇരിക്കുന്ന എല്ലാത്തിലും വന്നിരിക്കുന്ന പൊടീനെ പറ്റി ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്കൊരു പരിധി വരെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ 2-3 ട്രേ ഉണ്ട്, അതും കൂടെ ഒന്ന് തുടച്ചു വെച്ചു. അപ്പോൾ താഴെ ഞാൻ തുടച്ചു. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു ടവലെടുത്തിട്ടാണ് ഇത് എയർ ഫ്രയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സിലിക്കോണിൻ്റെ ഒരു ഇതുകൂടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് എനിക്കതിൻ്റെ ഉപയോഗമൊന്നും വന്നിട്ടില്ല, എന്നാലും ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചതാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ട്രേ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണേ. 2-3 ട്രേ ഉണ്ട് നമുക്കിതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൻ്റെ കൂടുതൽ റെസിപ്പീസൊക്കെ നമുക്ക് പിന്നെ ഇടാം കേട്ടോ. ഞാൻ എപ്പോഴും ഇടണമെന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ചങ്ങനെ ഇരുന്നതാണ്. ഇപ്പം തന്നെ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് ഞാൻ. എന്നിട്ട് അതൊരു ഒരാഴ്ച കൂടുതലുള്ള ബ്രേക്കായിപ്പോയി.
അപ്പോൾ ഒരാഴ്ച കൂടുതൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ മുറമാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് ഇവിടെ കടയിൽ പോയി കണ്ടപ്പോൾ ഒരു ഓർഗാനിക് ഷോപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു സാധനം ഞാൻ ശർക്കരയും ഈ ചക്കരയൊക്കെ വാങ്ങിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. കുഞ്ഞതാണ്, നമുക്കിങ്ങനെ അത്യാവശ്യം പെരുമാറാൻ പറ്റിയതാണ്. അപ്പം അതിൻ്റെ ആ കളറുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കുഞ്ഞിതൊരെണ്ണം വാങ്ങിച്ചു. അത് ആ അടുക്കളയിൽ തന്നെ ഞാൻ തൂക്കിയിട്ടേക്കാം കേട്ടോ. ഒരു ഡെക്കർ പീസ് മാതിരിയാണ് ശരിക്കും അത്. അവിടെ തൂക്കിയിടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണം കേട്ടോ. എൻ്റെ അടുത്ത് ഇവിടുത്തെ ആൾക്കാർ ചോദിക്കും, നമ്മുടെ ഒരു മുറം ഇല്ലേ, നമ്മുടെ മുറം 4 വശവും ഇങ്ങനെ ചുറ്റും കവർ ചെയ്തിരിക്കുന്നതല്ലേ. അപ്പോൾ അത് ഞാനിവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്. അത് കാണുമ്പോൾ ഇവിടെ നെയ്ബേഴ്സ് ആരെങ്കിലും വരുമ്പോഴും ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന അക്കേക്കിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് 4 വശവും ഇങ്ങനെ കവർ ചെയ്തിരുന്നത് എങ്ങനെയാണ് പുറത്തേക്ക് ഇടാമെന്ന്. അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇടാമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അവർക്ക് ഇങ്ങനെ കണ്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഇത് ഇപ്പോൾ ഞാൻ അടുക്കളയിൽ പെരുമാറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ മക്കാന ഒരു 10 മിനിറ്റ്സ് ഞാനൊരു 170 ഡിഗ്രിയിൽ ഒന്ന് ഇതാക്കി എടുക്കും, എയർ ഫ്രയർ ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ ഇത് രണ്ടും മൊത്തത്തിൽ ഞാൻ ഒരേപോലെ അല്ല ചെയ്യുന്നത്, രണ്ടും 2 ടേസ്റ്റിലാണ് കേട്ടോ ചെയ്യണേ. ഒന്ന് നമ്മുടെ പെപ്പർ ഇട്ടിട്ട് പിന്നെ വേറൊരു മസാല ഇട്ടിട്ട്, അപ്പോൾ അങ്ങനെയാണ് ചെയ്യണേ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മളോട് നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് റെസിപ്പി കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ടിഫിനല്ല, സ്നാക്സ്, ഹെൽത്തി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ്, ഞാൻ പാറുവിന് കൊടുക്കുന്ന അത്യാവശ്യം എന്തൊക്കെയാണെന്നുള്ള ഒരു സ്നാക്സ് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് ഒരു ഹെൽപ്പാവും. അപ്പം നമ്മളുടെ ഒരു ഐഡിയ തന്നെ വേറൊരാൾക്ക് തോന്നണമെന്നില്ലല്ലോ. ചിലപ്പം അവരുടെ ഐഡിയ വേറെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഈസി ആയിട്ടുള്ളത് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും കൊടുക്കാനല്ലേ ആഗ്രഹിക്കുള്ളൂ. പിന്നെ മക്കളുടെ ഇഷ്ടങ്ങളും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പം ഞാൻ എന്തായാലും അത് വഴിയേ വരുന്നതായിരിക്കും റെസിപ്പി. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീക്ക് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ മക്കാന റെഡിയായി. അത് കഴിഞ്ഞ് കറിയും കൂടെ റെഡിയാക്കി. പിന്നെ കറിയിലൊന്നും ഞാൻ കറിയുടെ എടുത്തില്ല കേട്ടോ. നമുക്ക് പാറുവിനെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാം. പാറു, പാറുമാ, പാറു ചക്കരെ, പാറുമാ, പാറുമാ എഴുന്നേക്കണ്ടേ? ദേ നമുക്ക് പോവണ്ടേ? നമുക്ക് പോവണ്ടേ? ട്രിപ്പ് പോവണ്ടേ? എന്നാലും അച്ഛ പറഞ്ഞില്ലേ നമുക്ക് പുലിക്കാട്ട് ലേക്ക് കാണാൻ പോവാന്ന്. ദേ എഴുന്നേക്ക്, വാടാ 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 പാറുമാ, പാറുമാ. ദേ നോക്കിയേ, വാ ഇങ്ങോട്ട് നോക്കിയേ ഒന്ന്. എഴുന്നേക്ക് കണ്ണമ്മ. പാറു എഴുന്നേക്കടാ. എന്നാ ചേമ്മ പൊക്കോട്ടെ. എഴുന്നേക്ക്, വാ കം. പരീക്ഷാർത്ഥികൾക്ക് യാത്രാ സൗകര്യമില്ലാത്ത ദുരിതമായ പ്രശ്നമുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. ഇപ്പൊ 7 മണിക്ക് വന്ന ഏറ്റവും പുതിയ അലേർട്ട് കൂടെ നമുക്ക് നോക്കാം. അടുത്ത 3 മണിക്കൂർ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ അങ്ങനെ പാറുവിനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കൊഞ്ചിച്ചൊക്കെ കഴിയുമ്പോഴാണ് അവൾക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. ഷൈച്ചേട്ടന് ഇതേപോലെ ഞാൻ കൊഞ്ചിക്കുന്ന പോലെയൊന്നും കൊഞ്ചിക്കില്ല.
അപ്പോൾ ഷൈച്ചേട്ടൻ എന്നാലും വളരെ സോഫ്റ്റായിട്ടൊക്കെയാണ് രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക കേട്ടോ. എപ്പോഴും ഷൈച്ചേട്ടനാണ് രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിക്കുക, ഷൈച്ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾക്കും വലിയ ഭാരം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ കൈയോടെ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്ത് റെഡിയാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. പുറത്ത് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പയ്യെ ഞാൻ ഓരോന്ന് നോക്കുകയാണ്. അപ്പം ലഞ്ചും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കണ്ട, പുറത്തുനിന്നാണ് കഴിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സ് ഒന്ന് എടുക്കാനായിട്ടാണ് അലമാര തുറന്ന് ഒരു നിപ്പാണ് നിൽക്കുക. ഒരു 5-10 മിനിറ്റ് അങ്ങനെ പോയി കിട്ടും. എത്ര എണ്ണം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരു ഫീലാണ് നമുക്ക് അലമാര തുറന്ന് നോക്കുമ്പോൾ. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായാലും കണ്ടുപിടിക്കും. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ബൈ.